പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. സ്വദേശീവൽക്കരണത്തിന്റെ ഫലമായി പ്രവാസി തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞതായി കണക്കുകൾ. 2023 അപേക്ഷിച്ച് 2024 18,308 തൊഴിലാളികളുടെ കുറവുണ്ടായി. മുൻവർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 1% കുറവ് രേഖപ്പെടുത്തിയത്. ദേശീയ സ്ഥിതിവിവര കേന്ദ്രം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകളിലാണ് പ്രവാസി തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാർ മേഖലയിലും പ്രവാസി ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ ഇടിവുണ്ടായി. ഒമാൻ വിഷൻ 2040 ഭാഗമായി തുടരുന്ന തൊഴിൽ വിപണി നിയന്ത്രണ നടപടികളും ഒമാനി പൗരന്മാരുടെ തൊഴിലിന് മുൻഗണന നൽകുന്നതിനുള്ള ശ്രമങ്ങളും പ്രവാസി തൊഴിലാളികളുടെ എണ്ണം കുറയാനിടയാക്കി. പ്രവാസി ജീവനക്കാരുടെ എണ്ണത്തിൽ 3.1% കുറവാണ് സർക്കാർ മേഖലയിലുള്ളത്. 2023 44,178 പ്രവാസികളായിരുന്നു സർക്കാർ മേഖലയിൽ ജോലി ചെയ്തിരുന്നത്. 2024 42,801 ആയി കുറഞ്ഞു. സ്വകാര്യ മേഖലയിൽ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം 1,04,48,342 നിന്ന് 1,04,27,363 ആയും കുറഞ്ഞു. അതായത് 1.4% ഇടിവ്. ഇക്കാലയളവിൽ പ്രവാസികളുടെ എണ്ണത്തിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ബംഗ്ലാദേശ് പൗരന്മാരിലാണ്. മാറുന്ന റിക്രൂട്ട്മെന്റ് രീതികൾ, തൊഴിലാളികളെ ആവശ്യമുള്ള സെക്ടറുകളിലെ മാറ്റം തുടങ്ങിയവ പ്രവാസി തൊഴിലാളികളിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകും. ലോകത്തിൽ തന്നെ അപൂർവമായ ക്ലാസിക് വിന്റേജ് കാറുകളുടെ പ്രത്യേക പ്രദർശനം ഒരുക്കി ഖാബൂറ പ്രദേശവാസികൾ. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 70-ൽ പരം കാറുകൾ പ്രദർശനത്തിന്റെ ഭാഗമായി ഖാബൂറയിലെ പുരാതന കോട്ടയ്ക്ക് സമീപത്തൊരുക്കിയ പ്രദർശനം കാണാൻ നൂറുകണക്കിന് കാർ പ്രേമികളാണ് എത്തിയത്. ലോകോത്തര ബ്രാൻഡുകൾ നിർമ്മിക്കുകയും പിന്നീട് റോഡുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്ത അത്യപൂർവ കാറുകളുടെ സാന്നിധ്യം വാഹനപ്രേമികളെ ആകർഷിക്കുന്നതായി കോട്ടയുടെ സമീപത്തൊരുക്കിയ ക്ലാസിക് കാർ പ്രദർശനം വീക്ഷിക്കാൻ നിരവധി പേരാണ് എത്തിയിരുന്നത്. കാർ പ്രേമികൾക്ക്, പ്രത്യേകിച്ച് വിന്റേജ് കാറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവയെ അടുത്തു കാണാനും മനസ്സിലാക്കാനും ചിത്രമെടുക്കാനുമുള്ള അവസരമായി. ഒരു കാലത്ത് നിരത്തുകൾ അടക്കി ഭരിച്ച രാജാക്കന്മാരെ അതേ പ്രൗഢിയോടെ വീണ്ടും കാണാനായി. പഴകും തോറും വീര്യം കൂടുന്ന പോലെ ചിലതിനൊക്കെ മുമ്പത്തേക്കാൾ അഴകേറിയതായും പ്രദർശനം കാണാനെത്തിയ സ്വദേശികളും വിദേശികളും പറഞ്ഞു. തലസ്ഥാന നഗരത്തിലെയും പരിസരങ്ങളിലെയും വർദ്ധിച്ചുവരുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം സമഗ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നു. മസ്കത്തിലെ ഗതാഗത വെല്ലുവിളികൾ ലഘൂകരിക്കുന്നതിന് ഫലപ്രദമായ പരിഹാരങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനായി ഒരു സമർപ്പിത സംഘത്തെ രൂപവത്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ചതായി ഗതാഗത അണ്ടർ സെക്രട്ടറി ഗാമിസ് ബിൻ മുഹമ്മദ് അൽ ഷമ്മാക്കി വ്യക്തമാക്കി. ബുർജ് അൽ സഹ്വ റൗണ്ട് എബൌട്ടിന്റെ വിപുലീകരണവും നവംബർ 18 സ്ട്രീറ്റിന്റെയും അൽമൗജ് സ്ട്രീറ്റിന്റെയും വികസനവും ഇതിൽ പ്രധാനമാണ്. മസ്കത്തിലെ ഏറ്റവും തിരക്കേറിയ ചില പ്രദേശങ്ങളിലെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും തിരക്ക് കുറയ്ക്കാനും ഈ പദ്ധതികൾ സഹായിക്കുമെന്നാണ് കരുതുന്നതെന്നും മന്ത്രാലയത്തിന്റെ ഈ വർഷത്തെ പദ്ധതികൾ വിശദീകരിച്ചുള്ള വാർഷിക വാർത്താ സമ്മേളനത്തിൽ ഗാമിസ് അൽ ഷമ്മാക്കി വിശദീകരിച്ചു. അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് പുറമെ സുഗമമായ ഗതാഗതത്തിന് അനുയോജ്യമായ പരിഹാരങ്ങൾ നടപ്പാക്കുന്നതിനായി ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം മസ്കത്ത് ഗവർണറേറ്ററുടെ ഓഫീസുമായി സഹകരിച്ച് പ്രവർത്തിക്കും. ഗതാഗത സംബന്ധമായ പ്രശ്നങ്ങൾ ഏകോപിപ്പിച്ച ശ്രമങ്ങളിലൂടെ പരിഹരിക്കുന്നതിനും തിരക്ക് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ശരിയായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ഒരു പ്രത്യേക സംഘം പ്രവർത്തിക്കും.
ഗതാഗത നിയമങ്ങൾ നടപ്പാക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളെക്കുറിച്ചും മന്ത്രാലയം എടുത്തു പറഞ്ഞു. പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഗതാഗതത്തിന്റെ ക്രമീകൃതമായ ഒഴുക്ക് നിലനിർത്തുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടത് പ്രധാനമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പ്രൈവറ്റ് വാഹനത്തിൽ ചരക്ക് കടത്തിയതുമായി ബന്ധപ്പെട്ട് സീബ് വിലായത്തിലെ മഫേലയിൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടയിൽ മാത്രം 500-ൽ പരം കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ഗതാഗത, ആശയവിനിമയ, വിവരസാങ്കേതിക മന്ത്രി എൻജിനീയർ സയ്യിദ് ബിൻ ഹമൂദ് ബിൻ സയ്യിദ് അൽ മൗലവി പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന വാർഷിക വാർത്താ സമ്മേളനത്തിലാണ് അനധികൃത ട്രാൻസ്പോർട്ടിങ്ങിനെതിരെ സ്വീകരിച്ചുവരുന്ന നടപടികളെക്കുറിച്ച് മന്ത്രി വിശദീകരിച്ചത്. ഇത്തരം നിയമലംഘനങ്ങളിൽ 200 റിയാൽ വീതമാണ് പിഴ ചുമത്തുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ ആയിരക്കണക്കിന് പ്രവാസികളാണ് നിയമ നടപടികൾക്ക് വിധേയമായത്. കഴിഞ്ഞ കാലങ്ങളിൽ അനധികൃത ടാക്സി സർവീസുകളിലും ചരക്ക് കടത്തലുകളിലും പിടിക്കപ്പെട്ടതിനെ തുടർന്ന് വൻതുക പിഴ അടയ്ക്കേണ്ടി വന്നവരിൽ നിരവധി മലയാളികളും ഉൾപ്പെടുന്നു. ഗതാഗത നിയമം എല്ലാ കമ്പനികളും വ്യക്തികളും പാലിക്കണമെന്നും പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുമെന്നും ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കുന്നു. നിയമം അനുസരിച്ച് റോഡ് മാർഗമുള്ള ഏതുതരം ചരക്കുകടത്തും പ്രവാസികൾക്ക് വിലക്കിയിട്ടുള്ളതാണ്. അനധികൃത ടാക്സികളും അധികൃതർ കർശനമായി പരിശോധിക്കുന്നുണ്ട്. പൊതുഗതാഗത സംവിധാനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണിത്. സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നതും വിമാനത്താവളത്തിലേക്ക് ടൂറിസ്റ്റുകളെയും മറ്റും കൊണ്ടുപോകുന്നവരും ചരക്ക് കടത്തുന്നതിന് ഒരിക്കലും അനുവദിക്കാനാകില്ല. നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ നടപ്പാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അധിക സ്കൂൾ ബസ് ഓപ്പറേറ്റർമാർക്കും ലൈസൻസ് ഉണ്ടായിരിക്കെ മറ്റുള്ളവർ കുട്ടികളെ കൊണ്ടുപോകുന്നതിൽ സുരക്ഷാ ആശങ്കയുമുണ്ട്. സുഹൃത്തിനെയോ ബന്ധുവിനെയോ സ്കൂളിലോ വിമാനത്താവളത്തിലോ കൊണ്ടുവിടുന്നത് എതിരില്ലെന്നും എന്നാൽ ചിലർ ഇത് പണത്തിനു വേണ്ടി ചെയ്യുന്നതാണ് പ്രശ്നമെന്നും ഉദ്യോഗസ്ഥർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നിയമം ലംഘിച്ച് ചരക്കുകൾ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നത് 10/2016 രാജകീയ ഉത്തരവ് പ്രകാരമുള്ള ലാൻഡ് ട്രാൻസ്പോർട്ട് നിയമത്തിന്റെ ലംഘനമാണിത്. അനധികൃത ചരക്കുകടത്തിന് പിടികൂടിയ ഡ്രൈവർമാർക്ക് 200 ഒമാനി റിയാൽ വീതം പിഴ ചുമത്തിയിട്ടുണ്ട്. പൊതുസേവന വിഭാഗത്തിനുള്ള വാഹനങ്ങൾ ചരക്കുകടത്ത് നടത്തുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും അനിവാര്യമാണ്. ഏറ്റവും വലിയ അസംഘടിത മേഖലകളിലൊന്നിനെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടാണ് ലാൻഡ് ട്രാൻസ്പോർട്ട് നിയമം കൊണ്ടുവരുന്നത്. കരയിലെ ഗതാഗതത്തിന് കരാറുകളും രേഖകളും കൊണ്ടുവരും. യാത്രക്കാരുടെയും ചരക്കിന്റെയും സുരക്ഷ മുൻനിർത്തിയാണിത്. ചരക്കുകടത്ത് രേഖയിൽ രജിസ്റ്റർ ചെയ്ത ചരക്കിന് കേടുപാടോ നാശമോ സംഭവിച്ചാൽ നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വകുപ്പുകളുള്ളതാകും നിയമം. മന്ത്രാലയമാണ് ഗതാഗത പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക. ലൈസൻസ്, പെർമിറ്റ്, സ്കൂൾ ബസുകൾ, ടാക്സികൾ, ട്രക്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും വ്യക്തികൾക്കും വാഹന രജിസ്ട്രേഷൻ നടത്തൽ എന്നിവയെല്ലാം ഒരിടത്ത് ലഭിക്കുന്ന മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നഖൽ. വെബ്സൈറ്റിലും ആപ്പിലും ലഭ്യമായ നഖൽ റോയൽ ഒമാൻ പോലീസുമായും വാണിജ്യ മന്ത്രാലയത്തിന്റെ ഇൻവെസ്റ്റ് ഈസി സർവീസുമായും ബന്ധിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്നുള്ള വെരിഫിക്കേഷന് വേണ്ടിയാണിത്. രാജ്യത്തെ മിക്ക ഗവർണറേറ്റുകളിലും മൂടൽമഞ്ഞ് ഉണ്ടാകുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അറേബ്യൻ ഒമാൻ കടൽ തീരങ്ങളുടെ ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. ധോഫാർ, തെക്കൻ ഷർക്കിയ ഗവർണറേറ്റുകളുടെ ചില ഭാഗങ്ങളിൽ വൈകുന്നേരം മുതൽ പുലർച്ചെ വരെ താഴ്ന്ന മേഘങ്ങളോ മൂടൽമഞ്ഞോ രൂപപ്പെട്ടേക്കും. മിക്ക തീരപ്രദേശങ്ങളിലും കടൽ പ്രക്ഷുബ്ധമായിരിക്കും. തിരമാല 3 മീറ്റർ വരെ ഉയർന്നേക്കും. മൂടൽമഞ്ഞ് രൂപപ്പെടുന്നതും പൊടിപടലങ്ങൾ ഉയരുന്നതും ദൃശ്യപരത കുറയ്ക്കും. തിരമാലകൾ ഉയരുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ നിർദ്ദേശിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് സലാല തുറമുഖത്തായിരുന്നു. 28 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടുത്തെ ചൂട്. ഏറ്റവും കുറവ് ജബൽ അക്തറിലാണ് 2 ഡിഗ്രി സെൽഷ്യസ്. പല ദിവസങ്ങളിലും രാത്രിയിലും മഞ്ഞുണ്ട്. ഉൾപ്രദേശങ്ങളിലും തീരങ്ങളിലും മൂടൽമഞ്ഞ് ശക്തമാണ്. വരും ദിവസങ്ങളിലും മൂടൽമഞ്ഞ് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഗസ്റ്റ് ഹൗസുകൾ, ലോഡ്ജുകൾ, ഹോട്ടലുകൾ, ടൂറിസം സ്ഥാപനങ്ങൾ എന്നിവയിൽ
ടൂറിസം ലൈസൻസ് നമ്പർ പ്രദർശിപ്പിക്കണമെന്ന് പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയം. ഇത്തരം സ്ഥാപനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുമ്പോഴും ലൈസൻസ് വിവരങ്ങൾ വ്യക്തമാക്കണം. സഞ്ചാരികൾക്ക് സ്ഥാപനങ്ങൾ വ്യക്തമാക്കുന്നതിനും ഇവയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഇത് ഗുണം ചെയ്യും. ലൈസൻസ് ഇല്ലാതെ ഹോട്ടലുകളും ലോഡ്ജുകളും ടൂറിസം സ്ഥാപനങ്ങളും മറ്റും പ്രവർത്തിപ്പിക്കുന്നത് കുറ്റകരമാണെന്നും അധികൃതർ ഉണർത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.